നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? ഏത് തരം കഥയാണ് നിങ്ങൾക്കിഷ്ടം? പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ? എന്നാലേ ഒരു മൃഗത്തിന്റെ കഥയായാലോ? കാട്ടിലെ മൃഗങ്ങളുടെ രാജാവ് സിംഹമാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെയുള്ള ഒരു സിംഹത്തിന്റെ കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. പറയുന്ന കഥയുടെ പേരാണ് ആൻഡ്രോക്ലിസും സിംഹവും. യവനദേശത്തെ രാജാവിന്റെ കൊട്ടാരത്തിലെ അടിമയായിരുന്നു ആൻഡ്രോക്ലിസ്. രാജാവാണെങ്കിലോ പരമദുഷ്ടനും ദയയില്ലാത്തവനുമായിരുന്നു. തന്റെ യജമാനനായ രാജാവിനെ അതിക്രൂരമായ മർദ്ദനവും ദുഷ്ടതയും സഹിക്കാൻ പറ്റാതെ ഒരു ദിവസം ആൻഡ്രോക്ലിസ് കൊട്ടാരത്തിൽ നിന്ന് ഒളിച്ചോടിയ ആൻഡ്രോക്ലിസ് ഒരു വനത്തിൽ എത്തിച്ചേർന്നു. അയാൾ വനത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആൻഡ്രോക്ലിസ് ഒരു ഗർജനം കേട്ടത്. ആൻഡ്രോക്ലിസ് പേടിച്ചു പോയി. അയ്യോ, അതൊരു സിംഹത്തിന്റെ അലർച്ചയാണല്ലോ. ആൻഡ്രോക്ലിസിന് പേടി തോന്നി. എങ്കിലും കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. അവൻ രണ്ടും കൽപ്പിച്ച് സിംഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. അപ്പോഴാണ് ആൻഡ്രോക്ലിസിന് കാര്യം മനസ്സിലായത്. തന്നെ ആക്രമിക്കാൻ പോലും ആരോഗ്യമില്ലാതെ അവശനിലയിലായിരുന്നു സിംഹം. അവൻ സിംഹത്തോട് ചോദിച്ചു, നിനക്ക് എന്താണ് പറ്റിയത്? അപ്പോൾ സിംഹം തന്റെ കാൽപാദം നീട്ടി കാണിച്ചു. സിംഹത്തിന്റെ കാൽപാദത്തിൽ ഒരു വലിയ മുള്ളു തറച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് സിംഹം വേദന കൊണ്ടലർന്നത്. ആൻഡ്രോക്ലിസിന് വിഷമം തോന്നി. ആൻഡ്രോക്ലിസ് വളരെ ശ്രദ്ധയോടെ ആ മുള്ളെടുത്തു മാറ്റി. അതിനുശേഷം പച്ചമരുന്ന് വെച്ച് ആ മുറിവ് ഉണക്കി. സിംഹത്തിന് വളരെ ആശ്വാസമായി. തന്നെ രക്ഷിച്ച ആൻഡ്രോക്ലിസിനോട് സിംഹത്തിന് വളരെ ഇഷ്ടം തോന്നി. അവർ രണ്ടും ഉറ്റ ചങ്ങാതിമാരായി. അവൻ സിംഹത്തിന്റെ ഗുഹയിൽ താമസമാക്കി. സിംഹം വേട്ടയാടിക്കൊണ്ടുവരുന്ന മാംസം രണ്ടുപേരും ഭക്ഷിച്ചു. അവർ സന്തോഷത്തോടെ കഴിഞ്ഞു. പക്ഷേ ഈ സന്തോഷം അതുനാൾ നീണ്ടു നിന്നില്ല. ഒരു ദിവസം സിംഹവും ആൻഡ്രോക്ലിസും രാജഭടന്മാരുടെ പിടിയിലായി. അവരെ രാജകൊട്ടാരത്തിൽ വെവ്വേറെ ആളുകളിൽ തടങ്കിലാക്കുകയും ചെയ്തു. ഒളിച്ചോടിപ്പോയി എന്ന കുറ്റത്തിന് ആൻഡ്രോക്ലിസിനെ വിചാരണ ചെയ്യുകയും അതിന്റെ ശിക്ഷയായി സിംഹക്കൂട്ടിൽ എറിഞ്ഞു കൊടുക്കുവാൻ രാജാവ് ഉത്തരവിടുകയും ചെയ്തു. ശിക്ഷാവിധി നടപ്പാക്കുന്ന ആ ദിവസമെത്തി. രാജാവും പരിവാരങ്ങളും ശിക്ഷാവിധി നടപ്പാക്കുന്നത് കാണാനെത്തി. ദിവസങ്ങളായി പട്ടിണി കിടന്ന സിംഹത്തിന്റെ കൂട്ടിലേക്ക് രാജഭടന്മാർ ആൻഡ്രോക്ലിസിനെ എറിഞ്ഞു കൊടുത്തു. സിംഹം ഗർജിച്ചുകൊണ്ട് പാഞ്ഞു വന്നു. അപ്പോഴാണ് സിംഹത്തിന് തന്റെ പഴയ കൂട്ടുകാരനാണ് മനസ്സിലായത്. അവനെ കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ രാജാവിന് അതിശയം തോന്നി. രാജാവ് നടന്ന എല്ലാ കാര്യം ആൻഡ്രോക്ലിസിനോട് ചോദിച്ചു. ആൻഡ്രോക്ലിസ് സംഭവിച്ച എല്ലാ കാര്യം രാജാവിനോട് പറഞ്ഞു. രാജാവിന് തന്റെ തെറ്റ് മനസ്സിലാവുകയും അവരോട് ക്ഷമിക്കുകയും ചെയ്തു. രാജാവ് ആൻഡ്രോക്ലിസിനെയും സിംഹത്തെയും സ്വതന്ത്രരാക്കി. അവർ രണ്ടും തന്റെ ഗുഹയിലേക്ക് മടങ്ങി. അവർ സന്തോഷത്തോടെ കഴിഞ്ഞു. ഈ കഥയുടെ ഗുണപാഠം എന്തെന്ന്